മസൂദ് അസർ പഹൽഗാമിൽ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങളുടെ സൂത്രധാരൻ എന്നറിയപ്പെടുന്നു. ഇയാൾ പാകിസ്ഥാനിലുണ്ടോ ഇല്ലയോ എന്ന് സംശയമാണ്. ഇപ്പോൾ ഇയാൾ പാകിസ്ഥാനിലുണ്ട്, അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, ഇങ്ങനെയൊക്കെ വാർത്തകൾ വരുന്നുണ്ടല്ലോ. അങ്ങനെ വാർത്ത വരുന്നു. മസൂദ് അസറിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലാണ്. ക്രിമിനൽ എന്ന് പറയാം, ഭീകരവാദിയാണ്, പക്ഷെ നമ്മൾ ക്രിമിനലായി കാണുന്നു, ടെററിസ്റ്റാണ്. അപ്പോൾ ഇയാളെ ഐക്യരാഷ്ട്രസഭ, അമേരിക്ക, ഇന്ത്യ എല്ലാം ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിടികിട്ടാപ്പുള്ളിയാണ്. ജീവനോടെയോ അല്ലാതെയോ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഭീകരനാണ് മസൂദ് അസർ. മസൂദ് അസറിനെ കുറിച്ച് പറയുമ്പോൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനാണ്. ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനായ ഇയാളാണ് ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഏതാണ്ട് ഒട്ടുമിക്കവാറും ഭീകരാക്രമണങ്ങളുടെയും സൂത്രധാരൻ. പാർലമെൻറ്റ് ആക്രമണം തുടങ്ങി, പഹൽഗാം ആക്രമണം, പത്താൻകോട്ട് ആക്രമണം തുടങ്ങി ഇതിൻ്റെയൊക്കെ മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞാൽ ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നു. ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനായ മസൂദ് അസർ നേരിട്ട് നടത്തിയ ആലോചനയുടെയും ആസൂത്രണത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ സമീപകാലത്ത് നടന്നിട്ടുള്ള ഏറ്റവും ഭീകരമായ ക്രൂരമായ എല്ലാ ആക്രമണങ്ങളും നടന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ എക്കാലത്തും മസൂദ് അസറിനെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെടുന്നു. ഇന്ത്യ മാത്രമല്ല, പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യ ഉന്നയിക്കുന്ന ആവശ്യം പാകിസ്ഥാൻ സാധാരണ അംഗീകരിക്കാറില്ല. കാരണം അതിനകത്ത് അവരുടെ രീതി എങ്ങനെയല്ല, ഞങ്ങൾക്കറിയില്ല എന്ന് പറയും. പക്ഷേ അമേരിക്കയും ഐക്യരാഷ്ട്ര സംഘടനയും മസൂദ് അസറിനെ ഭീകരനായി പ്രഖ്യാപിച്ചപ്പോൾ ഇയാൾ പാകിസ്ഥാനിലുണ്ട് എന്ന് സമ്മതിക്കുന്നത് പാകിസ്ഥാന് ബുദ്ധിമുട്ടായിരുന്നു. കാരണം അമേരിക്ക, ഐക്യരാഷ്ട്ര സംഘടന രണ്ടുപേരും ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. അവർ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് ഉപരോധം ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അയാളെ ഒരു രാജ്യവും സംരക്ഷിക്കാൻ പാടില്ല എന്നാണ്. ഒരു രാജ്യത്തിന് ഉപരോധം എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങൾ അവരെ സഹായിക്കരുത്. അതുപോലെ അമേരിക്കയും ഐക്യരാഷ്ട്ര സംഘടനയും ഒരു പേഴ്സണ് ഉപരോധം ഏർപ്പെടുത്തിയാൽ അയാളെ ഒരു രാജ്യവും സഹായിക്കാൻ പാടില്ല. അയാളുടെ സ്വന്തം രാജ്യമാണെങ്കിലും അയാളെ സഹായിക്കാൻ പാടില്ല, പിടിച്ച് അമേരിക്കയ്ക്ക് കൊടുക്കണം എന്നാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് വേണം മസൂദ് അസറിനെ, ഇന്ത്യക്ക് വേണം. അപ്പോൾ ഇന്ത്യ ഇയാളെ കിട്ടണം എന്നാവശ്യപ്പെടുമ്പോൾ അവർ പറയുന്നത് ഇവിടെ ഇല്ല, ഇവിടെ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇയാൾ പാക് അധിനിവേശ കാശ്മീരിൽ ഉണ്ടായിരുന്നു എന്ന് പലപ്പോഴും ഇന്ത്യക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, ഇൻ്റലിജൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളതനുസരിച്ച് പലപ്പോഴും പ്രസ്താവനകൾ ഇറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തവണ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി ഭഗവൽപൂരിൽ നമ്മൾ അറ്റാക്ക് നടത്തിയപ്പോൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനമായ മർക്കസ് ഉണ്ടല്ലോ, അവിടുത്തെ മർക്കസിൽ ആക്രമണം നടത്തുമ്പോൾ ഇയാൾ അവിടെ ഉണ്ടാകും എന്നുള്ള കണക്കുകൂട്ടലിലാണ് ഇന്ത്യ അവിടെ പ്രിസൈസ് ആയിട്ടുള്ള മിസൈൽ ആക്രമണം നടത്തിയത്. പക്ഷേ ഭാഗ്യത്തിന് ഇയാൾ രക്ഷപ്പെട്ടു. ഇയാളുടെ 10 ബന്ധുക്കളാണ്, ഓർക്കുന്നില്ലേ? അനിയൻ, അവരുടെ ഭാര്യ, മക്കൾ, ഇവരെല്ലാം ഉൾപ്പെടെ 10 ബന്ധുക്കൾ കൊല്ലപ്പെട്ടു. അപ്പോൾ മസൂദ് അസറിനെ കൊല്ലാൻ കൂടി കണക്കാക്കിയിട്ടാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ ബഹൽപൂരിലെ ആസ്ഥാനമായ ആ മർക്കസ് വളപ്പിൽ ഇന്ത്യ ആക്രമണം നടത്തിയത്. പക്ഷേ ഭാഗ്യം അയാളുടെ കൂടെയായിരുന്നു, അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പോൾ ഇയാളെ സംബന്ധിച്ചിപ്പോൾ മർക്കസിൻ്റെ ആസ്ഥാനം ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനമായ മർക്കസ് പാടെ തകർന്നു പോയി. ജെയ്ഷെ മുഹമ്മദിന് ഇപ്പം ബഹൽപൂരിലൊരു മേൽവിലാസമില്ല. എന്നാൽ പോലും പാക് അധിനിവേശ കാശ്മീരാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ തട്ടകം. കാരണം ഇന്ത്യയുടെ ഭാഗമെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ കാശ്മീർ നിയമസഭയിൽ സീറ്റുകൾ പോലും നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടേതാണ് പാക് അധിനിവേശ കാശ്മീർ എന്ന് പറയുകയും ഈ അടുത്ത കാലത്ത് പാകിസ്ഥാനിലൊരു കോടതിയിൽ ഒരു കേസ് വന്നു, ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞെന്തറിയോ, POK അവിടെയല്ല, അത് വേറെയാണ് എന്ന് പറഞ്ഞു. കാരണം അവിടുത്തെ ഒരു ഹേബിയസ് കോർപ്പസ് കേസുണ്ടായി, ഒരാളെ കാണാതായതിനെ കുറിച്ചൊരു കേസ് വന്നപ്പോൾ POKയിലെ കാര്യമല്ലേ, അത് പാകിസ്ഥാൻ ഗവൺമെൻറ് അറിയില്ല എന്നൊരു വിചിത്രമായ നിലപാട് പാകിസ്ഥാൻ ഹൈക്കോടതിയിൽ പാകിസ്ഥാൻ സർക്കാർ എടുക്കുകയുണ്ടായി. അപ്പോൾ പാകിസ്ഥാന് വേണേൽ പറഞ്ഞു നിൽക്കാം, അത് POK അല്ലേ, അത് ഞങ്ങളുടെ കയ്യിലാണെങ്കിലും അവിടെ സ്വയംഭരണമൊക്കെയാണ് എന്ന് പറഞ്ഞ് തടിതപ്പം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഭീകര സംഘടനകളുടെ ആസ്ഥാനം കൂടുതലും POKയിലാക്കി വെച്ചിരിക്കുന്നത്. 2 കാര്യങ്ങളുണ്ട്. ഒന്നിങ്ങനെ പാകിസ്ഥാന് അവിടെ സ്വയംഭരണ പ്രദേശമായതുകൊണ്ട് ഞങ്ങൾക്ക് നേരിട്ട് പങ്കില്ല എന്ന് പറഞ്ഞ് കൈയിടുകയാണ്. രണ്ടാമത് POK ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ ആദ്യമേ ഇന്ത്യയുമായി ഏറ്റുമുട്ടേണ്ടത് പാകിസ്ഥാൻ പട്ടാളമല്ല, ഇവിടുത്തെ ഭീകരരാണ്. പാകിസ്ഥാന് പറയുകയും ചെയ്യാം, കണ്ടില്ലേ അവിടെ ഇന്ത്യൻ പട്ടാളം ഇടപെട്ടപ്പോൾ അവിടെ ചെറുത്ത് നിൽക്കുന്നത് അവിടുത്തെ തദ്ദേശവാസികളാണ്, ഞങ്ങളുടെ പട്ടാളമല്ല എന്ന് പറയാം. പക്ഷേ ഈ യൂണിഫോം ഇല്ലാത്ത പട്ടാളം തന്നെയാണ് പാകിസ്ഥാനിലെ ഭീകരവാദികളെന്ന് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണ്. ഈ കൊല്ലപ്പെട്ട ഭീകരന്മാരുടെയൊക്കെ ജഡത്തിന് സൈനിക ഉദ്യോഗസ്ഥന്മാർ പോയിട്ട് സല്യൂട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഭീകരനും പട്ടാളവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അസിം മുനീറും പറഞ്ഞു ഞങ്ങൾ 2 കൂട്ടരുടെയും ലക്ഷ്യം ജിഹാദാണെന്ന്. അപ്പോൾ യൂണിഫോം ഉള്ള പട്ടാളം, യൂണിഫോം ഇല്ലാത്ത പട്ടാളവും. അങ്ങനെയുള്ള മസൂദ് അസർ ഈ പറയുന്ന POKയിൽ തന്നെ, പാക് അധിനിവേശ കാശ്മീർ ഭഗവൽപൂർ ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ
ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് ശേഷം അവിടെ കൂട്ടപലായനം നടന്നു മാത്രമല്ല, ഇയാളുടെ ബന്ധുക്കളെ കൂട്ടത്തോടെ കൊന്നതിന് ശേഷം അവിടം സുരക്ഷിതമല്ല എന്നൊരു കണക്കൂട്ടൽ ഇയാൾ മാറി എന്നാണ് ഇന്ത്യ വിശ്വസിക്കുന്നത്. അതിനിടയ്ക്ക് മുൻ വിദേശകാര്യമന്ത്രിയായിരുന്ന ബിലാവൽ ഭൂട്ടോ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. ഇവിടെ ഒന്നുമില്ല മസൂദ് അസർ, അഫ്ഗാനിസ്ഥാനിലാണ്. എപ്പോഴെങ്കിലും പാകിസ്ഥാൻ മണ്ണിൽ കാലുകുത്തിയാൽ ഞങ്ങൾ അയാളെ പിടിച്ച് ഒന്നെങ്കിൽ അമേരിക്കയ്ക്ക് തരാം, അല്ലെങ്കിൽ ഇന്ത്യക്ക് തരാം, ന്യൂഡൽഹിയിൽ കാണിച്ചു തന്നാൽ മതി, നമ്മൾ പിടിച്ചോളാം, നമ്മൾ പിടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. കാരണം അയാൾക്ക് ഭരണമൊന്നുമില്ലല്ലോ. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ പാകിസ്ഥാൻ വേർഷനാണ് ബിലാവൽ ഭൂട്ടോ. അപ്പോൾ ഇയാൾ ഇങ്ങനെ പോച്ചയടിച്ച് നടക്കുന്ന ആളാണ്. പക്ഷെ അയാൾ പറയുന്നത് പാകിസ്ഥാൻ സർക്കാരിന്റെ സ്റ്റാൻഡാണ്. കാരണം ഇവിടെ ഇല്ല, അയാൾ വിദേശകാര്യമന്ത്രിയും കൂടിയായിരുന്നു. അപ്പോൾ ഇയാൾക്ക് ഈ വേറെ വോട്ട്സ് ഒക്കെ അറിയാം. ദാവൂദ് ഇബ്രാഹിം എവിടെയാണെന്ന് അറിയില്ല, പാകിസ്ഥാൻ സമ്മതിക്കില്ലല്ലോ. കറാച്ചിയിൽ പട്ടാളത്തിന്റെ സംരക്ഷണയിലാണ് ദാവൂദ് ഇബ്രാഹിമിനെ പാർപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന പോലെ ബിലാവൽ ഭൂട്ടോ ഇങ്ങനെ പറയുകയും പാകിസ്ഥാൻ നിരന്തരം നിഷേധിക്കുകയും ചെയ്തിരിക്കുന്ന മസൂദ് അസർ ഒരു തടാകത്തിന്റെ തീരത്തൂടെ സഞ്ചരിക്കുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നു. ചിത്രം പുറത്തുവിട്ടത് ഇന്ത്യയിലെ ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഇന്ത്യ ടുഡേ ഈ വിഷ്വൽ കാണിച്ചത്. അവിടെ സ്കർദു എന്ന് പറയുന്ന സ്ഥലത്ത് സത്പാറ എന്ന് പറയുന്ന തടാകങ്ങളുടെ ഒരു നാടുണ്ട്. അവിടെ ഒരുപാട് ലേക്കുണ്ട്, വിനോദസഞ്ചാര കേന്ദ്രമാണ്. അവിടെ ഒരു തടാകക്കരയിൽ മസൂദ് അസർ നിൽക്കുകയും പിന്നീട് നടന്നു നീങ്ങുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ്, വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ അത് കൃത്യമായി അതിൻ്റെ സ്ഥലമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യും, ഫാക്ട് ചെക്കൊക്കെ നടത്തിയിട്ടാണ് ഇന്ത്യ ടുഡേ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അയാൾ ഉള്ളത് സത്പാറ റോഡിനടുത്ത് ഉള്ള തടാകക്കരയിൽ നിന്ന് ഇയാൾ നടന്ന് റോഡിലൂടെ വരുന്നത് കണ്ടു. ഒരു വാഹനത്തിൽ കയറി പോയിരിക്കാം. അപ്പോൾ ഏതായാലും POKയിൽ നിന്ന് മസൂദ് അസർ സത്പാറയിലേക്ക് അല്ലെ സ്കർദു മേഖലയിലേക്ക് മാറിയിരിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ തെളിവാണ് ഇന്ത്യയിലെ ഒരു ടെലിവിഷൻ ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം? ജയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം ഭഗവൽപൂരിലാണ്. ഭഗവൽപൂർ ഈ POKയുമായി ബന്ധപ്പെട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് എന്തുകൊണ്ട് മസൂദ് അസർ മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം POKയിൽ ഉൾപ്പെടെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന ആളുകൾക്ക് നേരെ അജ്ഞാതൻ്റെ വെടിവെപ്പ് നടക്കുന്നുണ്ട്. നേരത്തെ ബലൂജ് മേഖലയിലായിരുന്നു, പഷ്തൂൺ വസീറിസ്ഥാൻ മേഖലയിലൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ POKയിലും അജ്ഞാതൻ്റെ ഇടപെടൽ നടക്കുകയാണ്. അജ്ഞാതൻ ഓടിച്ചിട്ട് ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്നവരെ കൊല്ലുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ അതിൻ്റെ ഭാഗമായി നടത്തിയ ആക്രമണത്തിലാണ് മസൂദ് അസറിൻ്റെ 10 ബന്ധുക്കൾ കൊല്ലപ്പെട്ടത്. ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയിട്ടില്ല, ഹോൾഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം മസൂദ് അസർ വീണ്ടും POKയിലെ ഏതെങ്കിലും സ്ഥലത്ത് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടാൽ ഒന്നുകിൽ അജ്ഞാതൻ വന്ന് കൊല്ലുകയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ആക്രമണം ഉണ്ടാവുകയോ ചെയ്യാം. അന്ന് ഭഗവൽപൂരിൽ ആക്രമണം നടത്തിയപ്പോൾ ഇയാൾ പക്ഷേ ബംഗറിലോ വല്ലോ ആയതുകൊണ്ട് രക്ഷപ്പെട്ടതായിരിക്കാം. മാത്രമല്ല മറ്റൊന്നുകൂടിയുണ്ട് ഇതിനകത്ത്, വേറൊരു കാര്യമുണ്ട്. എന്തുകൊണ്ട് സുരക്ഷിതമായി ഇയാൾ ഈ ജയ്ഷെ മുഹമ്മദിന്റെ തലവനായ മസൂദ് അസർ ജയ്ഷെ മുഹമ്മദിന്റെ മാത്രം സംരക്ഷണത്തിലാണെന്ന് കരുതരുത്. പാകിസ്ഥാൻ പട്ടാളം ഇയാൾക്ക് കാവൽ നിൽക്കുന്നുണ്ട്. അപ്പൊ POKയിൽ ഇയാൾ സുരക്ഷിതനായി ഇത്രയും കാലം കഴിഞ്ഞിരുന്ന ഇയാൾ സ്കർദു മേഖലയിലേക്ക് താമസം മാറ്റിയത് ആദ്യം പറഞ്ഞ പോലെ ഇന്ത്യ അജ്ഞാതനെ വിട്ട് കൊന്നാലോ എന്നുള്ള ഭയം ഉണ്ടാവാം. അല്ലെങ്കിൽ ആ ഒരു സാധ്യത നമ്മുടെ സുരക്ഷാ ഏജൻസികൾ പരിശോധിക്കുകയാണ് രണ്ടാമത്തെ സാധ്യത. അതായത് ഈ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്, ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ അത് യുദ്ധമായി കരുതും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു ഭീകരാക്രമണം ഇന്ത്യയിൽ ഉണ്ടായാൽ ആദ്യം വീണ്ടും ഇന്ത്യ അടിക്കാൻ പോകുന്നത് POKയിലായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ഞാനങ്ങ് മാറിയേക്കാം എന്ന് ഇയാൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അടുത്തൊരു ഭീകരാക്രമണത്തിന് വേണ്ടി പദ്ധതി ഇടുന്നുണ്ടോ? അതൊരു സംശയമാണല്ലോ. അതാണ് ഇന്ത്യക്കെതിരെ അടുത്ത ഒരു തീവ്രവാദ ആക്രമണം ജയ്ഷെ മുഹമ്മദ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ ഭരണകൂടം സമ്മതിക്കുക. കാരണം ഇന്ത്യ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ അത് യുദ്ധമായി കണക്കാക്കുമെന്ന് ഇന്ത്യ പറഞ്ഞിരിക്കെ പാകിസ്ഥാൻ ധൈര്യപ്പെടുമോ? ഇനി പാകിസ്ഥാൻ അങ്ങനെ ഇനി ഇന്ത്യയിൽ ഭീകരാക്രമണം ഒന്നും നടത്തണ്ടെന്ന് തീരുമാനിച്ചാൽ അത് വകവെച്ച് തരാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ജയ്ഷെ മുഹമ്മദ് നിലപാടെടുക്കുമോ? കാരണം ജയ്ഷെ മുഹമ്മദിന് ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തണം, ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരണം ആണല്ലോ, അതാണ് ആത്യന്തികമായ ലക്ഷ്യം. പാകിസ്ഥാൻ അവരുടെ ഭാഗമാക്കി ചേർക്കണം, പാകിസ്ഥാനിൽ ഭരണം വേണം അവർക്ക്, ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പറ്റുമെങ്കിൽ പാകിസ്ഥാൻ്റെ ഭാഗമായി കാശ്മീരിനെ മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ, പാകിസ്ഥാൻ്റെ ഭരണം കാശ്മീരിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ കാശ്മീരെങ്കിലും ഞങ്ങൾക്ക് ഭരിക്കണമെന്ന് ജയ്ഷെ മുഹമ്മദ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാൻ ഒരു നിലപാടെടുത്താൽ അതിനെതിരായി പാകിസ്ഥാന് ഒരു പണി കൊടുക്കാൻ വേണ്ടി ഇന്ത്യയെ ആക്രമിക്കാൻ, ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം നടത്താൻ
ജെയ്ഷെ മുഹമ്മദ് പദ്ധതി ഇടുന്നുണ്ട്. അത് സുരക്ഷാ ഏജൻസികൾ ഇത് ഡീകോഡ് ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം പെട്ടെന്ന് സുരക്ഷിത താവളത്തിൽ നിന്ന് എന്തുകൊണ്ട് ഇയാൾ മാറുന്നു. അപ്പോൾ അതിൽ ഈ രണ്ട് തിയറികളുണ്ട്. ഒന്ന് അയാൾ ജീവഭയം കൊണ്ട് പെട്ടെന്ന് പറയാം. പക്ഷേ അതങ്ങനെയല്ല നമ്മുടെ രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ കാണുന്നത്. അത് ഇന്ത്യക്കെതിരെ അടുത്തൊരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. അതുകൊണ്ട് തലവൻ സുരക്ഷിത താവളത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണോ? ഏതായാലും ഈ ചിത്രം വെളിയിൽ വന്നത് വലിയ അങ്കലാപ്പ് ജെയ്ഷെ മുഹമ്മദിന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർ ബദൽ വീഡിയോകൾ ഇടുകയാണ്. അവർ ഇന്നലെ മുതൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ പ്ലാറ്റ്ഫോമുകളിൽ മസൂദ് അസർ ബഹവൽപൂരിലൂടെ സഞ്ചരിക്കുന്ന വീഡിയോകൾ വരുന്നുണ്ട്. അതൊക്കെ പഴയ വീഡിയോകളെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ അല്ല, ഞങ്ങളുടെ നേതാവ് എങ്ങും പോയിട്ടില്ല, ഇപ്പോഴും ബഹവൽപൂരിൽ തന്നെ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ജെയ്ഷെ മുഹമ്മദിൻ്റെ പ്ലാറ്റ്ഫോമുകളിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നലെ 6-7 വീഡിയോകളാണ് മസൂദ് അസറിൻ്റെ വന്നിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഒരു വലിയ കോൺസ്പിറസി ഉണ്ട്. രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ മസൂദ് അസർ എന്തുകൊണ്ട് ബഹവൽപൂരിൽ നിന്നും മാറി സ്കർദുവിലെത്തിയിരിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠിക്കുകയാണ്. നമ്മൾ തയ്യാറായി ഇരിക്കുക തന്നെയാണ്. ഏത് നിമിഷവും അടിയുണ്ടായാൽ നമ്മൾ തിരിച്ചടിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.